അപ്പം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഉണ്ടാക്കിയ നമ്മളെ വില്ലേജർ ബ്രീഡറൊക്കെ അത്യാവശ്യം നല്ല പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നുണ്ട്. ഇപ്പം ഏകദേശം 3 വില്ലേജിനെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അയൺ ഫാർമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. നമ്മൾ ബേസിക് യൂസിന് വേണ്ടിയിട്ടുള്ള അയണൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫാർം ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ തുടക്കത്തിൽ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാനാണ് പരിപാടിയെങ്കിൽ നിങ്ങൾ സത്യം പറഞ്ഞ ഉറുമ്പ് കടിക്കും. അതുപോലെ തന്നെ ഇത്രയും കഷ്ടപ്പെട്ടിട്ടൊക്കെ വീഡിയോ ഇടുന്നല്ലേ, ഒരു ലൈക്കൊക്കെ അങ്ങ് ചെയ്യുക. ഓക്കെ, ഇത്രയും പേരൊക്കെ കാണുന്നതല്ലേ, ഒരു 30 ലൈക്ക് അങ്ങ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോക്ക് എന്തെങ്കിലും മാറ്റമൊക്കെ വരുത്തണമെങ്കിൽ ജസ്റ്റ് കമൻറ്റായി പറഞ്ഞാൽ മതി. നമ്മളെല്ലാം ഫിക്സ് ചെയ്യുന്നതായിരിക്കും. വീഡിയോക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലോ എല്ലാം താഴത്ത് കമൻറ്റായി ഇടണം. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രമേ എനിക്കത് മാറ്റം വരുത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യത്തെ പണി തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ നമുക്കൊരു സ്ട്രക്ചർ ഉണ്ടാക്കണം. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഈ കരയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പണിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു വെള്ളമില്ലേ, വെള്ളത്തിൻ്റെ നടുവിലായിട്ട് കൊണ്ടുപോയി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം ഏകദേശം നമ്മൾ കടലിൻ്റെ സെൻട്രലായിട്ടാണ് ഉള്ളത്. അപ്പോൾ നമ്മളിത് ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും കടലിൻ്റെ സെൻട്രലായിട്ടാണ് നമ്മളുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ഫാർം ബിൽഡാക്കി വെച്ച് കഴിഞ്ഞെങ്കിൽ നമ്മളെ അയൺ ഗോളൊക്കെ കറക്റ്റായി സ്പോണാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇങ്ങോട്ട് വന്നതല്ലേ, നമുക്കൊരു ഫാർമിൻ്റെ സ്ട്രെച്ചർ ഇട്ടിട്ട് പോകാം. എൻ്റെ കയ്യിലാണെങ്കിൽ കുറച്ച് സ്റ്റോൺ ബ്രിക്സ് ഉണ്ട്. അപ്പോൾ ഒരു 7x7 ഏരിയ നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു തറയിടാൻ വേണ്ടിയാണ് നോക്കിയത്. പക്ഷെ നമ്മളെ കയ്യിലുള്ള ബ്ലോക്സ് ഒക്കെ ആണെങ്കിൽ തീർന്നു പോയി. നമുക്ക് ഈ ഒരു ഫാർം 2 രീതിയിൽ ഉണ്ടാക്കാം. അതായത് ഒന്ന് വില്ലേജസിനെ വെച്ച് മാത്രം, സോംബി ഇല്ലാണ്ട് ഉണ്ടാക്കാം, സോംബി വെച്ചിട്ടും ചെയ്യാം. അപ്പം ഞാൻ ഇതിൽ ചെയ്യുന്നത് സോംബി വെച്ചിട്ടാണ്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോംബിനെ വെച്ച് കഴിഞ്ഞെങ്കിൽ കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ട് ഈ ഒരു ഫാർം വർക്കാവും. അപ്പോൾ നമ്മൾ കുറച്ച് നേരം AFK നിന്നാൽ തന്നെ കുറേ അധികം ലൂട്ടൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ കുറച്ച് കോബിൾ സ്റ്റോണൊക്കെ ഞാൻ അവിടെ ഫർണസിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് സ്റ്റോൺ ആകുമ്പോഴേക്കും നമുക്ക് പോയിട്ട് ഒരു ബക്കറ്റ് ലാവ എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിന് മുമ്പത്തെ ഒരു എപ്പിസോഡില്ലേ, നമ്മൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കിയത്, ആ ഒരു എപ്പിസോഡിൽ നമ്മൾ പോയ ലാവ പൂൾ ഇവിടെ ആ വില്ലേജിൻ്റെ ഐലൻഡിലായിട്ടാണ്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ലാവ എടുത്തിട്ട് വരാം. അപ്പോൾ നമുക്ക് ഒരു ബക്കറ്റ് ലാവ എടുക്കാം, എന്നിട്ട് ഇതും കൂടി കൊണ്ടുപോയിട്ട് അവിടെ വെക്കാം. എന്നിട്ട് നമുക്ക് പ്ലാറ്റ്ഫോമും കൂടി ഒന്ന് ഫിനിഷിങ് ആക്കണം. എന്നിട്ട് ആ വില്ലേജിന് എത്രയും പെട്ടെന്ന് അവിടത്തേക്ക് മാറ്റണം. ഇല്ലെങ്കിൽ ഈ നൈറ്റൊക്കെ ആകുമ്പോൾ സോംബീസ് എങ്ങാനും ആ വില്ലേജിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ തീരുമാനമായി, നമ്മളെ 3 വില്ലേജർ അങ്ങ് അടിച്ചു പോവും. നമ്മളെ കയ്യിലിപ്പോൾ ലാവയുണ്ട്. അപ്പോൾ നമുക്ക് ഈ അയൺ എടുത്തിട്ട് കുറച്ച് ഹോപ്പർ ഉണ്ടാക്കണം. അപ്പം നമ്മൾ എവിടെയൊക്കെയോ ചെസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ചെസ്റ്റ് എന്തായാലും കാണുന്നില്ല, നമുക്കൊരു ചെസ്റ്റ് ഉണ്ടാക്കാം. എന്നിട്ട് ഒരു ഹോപ്പറും കൂടി ഉണ്ടാക്കാം. ഓക്കെ, ഇനിയൊരു ചെസ്റ്റും കൂടി നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇതിനൊരു ചെസ്റ്റും കൂടി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് സൈൻ ബോർഡ് നമുക്ക് ആവശ്യമാണ് 3 എണ്ണം. ഓക്കെ, നമ്മൾ കോബിൾ സ്റ്റോണൊക്കെ നമ്മൾ ഇവിടുന്ന് ഉരുക്കാൻ വെച്ചത് എടുക്കുകയാണ്. അപ്പോൾ എല്ലാത്തുനിന്നും നമുക്ക് അത്യാവശ്യം കോബിൾ സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇത്ര മതിയാവും. നമുക്ക് എന്തായാലും കുറച്ചും കൂടി ഉണ്ടാക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത് ആദ്യം ഈ വഴിക്ക് വരാനാവരുത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ചധികം തന്നെ എല്ലാം ഉണ്ടാക്കിയിട്ട് തന്നെ പോവാം. ഓക്കെ, ഇനി നമുക്ക് ബെഡും കൂടി ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ വൂളൊക്കെ ഇവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്കൊരു 3 ബെഡ് ഉണ്ടാക്കണം. അപ്പം ഞാനാണെങ്കിൽ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രീഡറിൻ്റെ അടുത്ത് പോയിട്ട് ആ വില്ലേജിനെയും കൊണ്ട് നമ്മൾ നേരത്തെ പണിഞ്ഞ ആ പ്ലാറ്റ്ഫോമിൻ്റെ അടുത്തേക്ക് പോവാം. അപ്പോൾ എന്തായാലും 3 വില്ലേജറെ ഞാൻ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. എന്തായാലും നൈറ്റ് ആവുന്നുണ്ട്. ഞാൻ എന്തായാലും ഇവിടെ ഒരു ബെഡും കൂടി വെച്ചു. ഇനി നമുക്ക് ഒരു പ്ലാറ്റ്ഫോം മൊത്തത്തിലൊന്ന് ഫില്ലാക്കാം. ഓക്കെ, അങ്ങനെ പ്ലാറ്റ്ഫോം ഒക്കെ ഫില്ലാക്കിയിട്ടുണ്ട്. ഇനി എന്തായാലും ഇന്നത്തെ നൈറ്റ് നമുക്ക് സ്കിപ്പാക്കി. ഇതെന്താണ് ഉറങ്ങാൻ പറ്റാത്തത്? അപ്പോൾ ഈ ഒരു ഷെയ്ഡ് ഇട്ട് കഴിഞ്ഞാലുള്ള വിഷയം ഇതാണ്, നമുക്ക് നേരത്തെ രാത്രിയായ പോലെ കാണിക്കും. കണ്ടോ, സൂര്യാസ്തമയം. കിടിലം. അപ്പം എന്താ ഓക്കെ, ഉറങ്ങാൻ പറ്റി. അപ്പോൾ ഗൈസ്, ഞാനാണെങ്കിൽ ഇവിടെ 3 ബെഡ് വെച്ചിട്ടുണ്ട്. നമുക്ക് സോംബിയുള്ള അയൺ ഫാർം ആയതുകൊണ്ട് 3 വില്ലേജർ മതി, അതുപോലെ 3 ബെഡ് മതി. സോംബി ഇല്ലാത്തതാണെങ്കിൽ 5 വില്ലേജർ 5 ബെഡാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഗൈസ്, നമ്മളെ ഫാർം ഏകദേശം ഈ ഒരു കോലത്തിലാണ് ഉള്ളത്. അതെന്തായാലും നമുക്ക് സെറ്റാക്കി എടുക്കണം. നമുക്ക് കുറച്ചും കൂടി പണിയുണ്ട് ഇതിന്. അപ്പം ഞാനാണെങ്കിൽ ഇവിടെ ചെറിയൊരു സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കാണ് മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതാ ഇവിടെ ഒരു ലെയറും കൂടി കൂട്ടണം. 7x7 ഇതിൻ്റെ മുകളിൽ വരേണ്ടത്. പിന്നെ താഴെ നമുക്കൊരു 3 ബെഡ് വെക്കാനുള്ള സ്ഥലം മതി. അപ്പം നമ്മൾ അടുത്ത പരിപാടി ഇതുപോലെ സ്റ്റോൺ ബ്രിക്സിൻ്റെ വാൾ എടുത്തിട്ട് ഇതുപോലെ ചുറ്റിന് നമുക്ക് വെക്കണം, കുറച്ച് ഹൈറ്റിൽ. അപ്പോൾ ഈ ഒരു ബ്രിക്സിൻ്റെ വാൾ ഏകദേശം 3 ബ്ലോക്കിൻ്റെ അടുത്ത് ഹൈറ്റ് ആക്കിയിട്ടുണ്ട്. എന്നിട്ടിനി നമുക്ക് ഓക്കിൻ്റെ സൈൻ ബോർഡ് എടുത്തിട്ട് ഒന്ന് ഇവിടെ വെക്കണം, അത് കഴിഞ്ഞിട്ട് ഒന്ന് ഇവിടെ വെക്കണം, പിന്നെ ഒന്ന് ഇവിടെയും കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആയിട്ട് ലാവ ഒഴിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ ഇനി താഴത്ത് പോയിട്ട് നമുക്ക് വെള്ളം കൂടി എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ വെള്ളം ഏകദേശം ഈ ഒരു ബ്ലോക്കിലായിട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ഇവിടെ നമുക്കൊരു ബ്ലോക്ക് ഗ്യാപ്പ് കിട്ടും. അപ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മളെ ഹോപ്പറും ചെസ്റ്റൊക്കെ വെക്കേണ്ടത്. അപ്പോൾ ഹോപ്പർ നമുക്ക് ഇങ്ങോട്ടേക്ക് ഈ ഒരു ബ്ലോക്കിലേക്ക് ഫേസ് ചെയ്തിട്ട് വെക്കാം. എന്നിട്ട് ഈ ഒരു ബ്ലോക്ക് ഇവിടുന്ന് പൊളിച്ച് കളയാം.
എന്നിട്ട് ഇവിടെ ആയിട്ട് നമുക്കൊരു ചെസ്റ്റും കൂടി വെച്ച് കൊടുക്കാം. അത് നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് പോയിട്ട് വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ ചെസ്റ്റ് ഏകദേശം ഈ ഒരു ഏരിയയിലായിട്ടാണ് വേണ്ടത്. ഓക്കെ, അത് ഞാൻ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത് തുറക്കാൻ പറ്റുമല്ലോ? ഓക്കെ, തുറക്കാനും പറ്റുന്നുണ്ട്. അപ്പം നമ്മൾ മുകളിലത്തെ പണി മൊത്തത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് മൊത്തത്തിൽ റിമൂവ് ചെയ്യാം. നമ്മളാണെങ്കിൽ ഇവിടെ ചെറുതായിട്ടൊരു വാതിൽ പോലത്തെ ഒരു ഏരിയ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മൊത്തം നമുക്ക് ഇനി കാർപ്പറ്റ് വിരിക്കണം. നമുക്ക് സ്പോൺ പ്രൂഫ് വേണം. അപ്പോൾ എന്തായാലും ഞാൻ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ കൈവശം വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളതിലാണെങ്കിൽ വൂളും ഉണ്ട്. ഓക്കെ, വൂളും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കാർപ്പറ്റ് ഉണ്ടാക്കാം. ഓക്കെ, ഒരു 6 കാർപ്പറ്റ് ഉണ്ടാക്കി നമുക്ക് ഇവിടെയൊക്കെ വെച്ച് കൊടുക്കാം. ഓക്കെ, 6 മതിയാവത്തില്ല, ഇനി ഒരു 3 കൂടി വേണം. ഓക്കെ, അതും ഉണ്ടാക്കി. ഓക്കെ, അത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ കാർപ്പറ്റിൻ്റെ പരിപാടി കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് സോംബി ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ഉണ്ടാക്കണം. അത് ഇവിടെ ആയിട്ടാണ് വേണ്ടത്. പിന്നെ ഇവിടെ ചെറിയൊരു ട്രാപ്പ് ഡോറിൻ്റെ ആവശ്യം കൂടി ഉണ്ട്. അപ്പോൾ ഗൈസ്, ഇവിടെയാണ് നമ്മൾ സോംബീനെ ഇരുത്തുന്ന സ്ഥലം. നമ്മൾ ഈ ഒരു അയൺ ഫാർമിൽ നിന്ന് ഒരു 4 ബ്ലോക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു സോംബീൻ്റെ സ്ഥലം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ റൂഫായിട്ട് ബ്ലോക്ക് വെക്കാൻ വേണ്ടി പറ്റത്തില്ല. നമുക്ക് സ്ലാബാണ് വെക്കേണ്ടത്. അപ്പോൾ എന്തായാലും സ്ലാബിൻ്റെ പരിപാടിയും കൂടി കഴിഞ്ഞു. ഇനി എന്തായാലും നമുക്ക് ഇവിടെ സോംബിനെ പിടിച്ചിരുത്തണം. അതിനു മുമ്പേ വില്ലേജസിന് ഇതിൻ്റെ ഉള്ളിലേക്ക് മാറ്റണം. ഒരു വിധത്തിൽ ഇവന്മാരെ ഞാൻ ഇതിൻ്റെ അകത്ത് കയറ്റിയിട്ടുണ്ട്. അത്യാവശ്യം ടാസ്ക് പിടിച്ച പരിപാടിയാണ് ഇത്. ഈ സ്ലാബൊക്കെ നമുക്കിപ്പോൾ എടുത്ത് കളയാം. ഞാൻ ആദ്യം ഇവന്മാരെ കയറ്റിയതിന് ശേഷം ഇത് പണിഞ്ഞാൽ മതിയായിരുന്നു. ഈ സ്ലാബ് ഭയങ്കര ശല്യമാട്ടോ, സത്യം പറയാമല്ലോ. സ്ലാബ് ഭയങ്കര ശല്യമാണ്. ഒരു വിധത്തിൽ ഇവന്മാരെ ഞാൻ ഇങ്ങോട്ടേക്ക് അടുപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇവർക്ക് ഇവിടുന്ന് എസ്കേപ്പ് ആവാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഇവിടെ തന്നെ നിന്നു. ഓക്കെ, എന്തായാലും ഇനി നമുക്ക് ഇവിടെ ഒരു ട്രാപ്പ് ഡോർ വെച്ച് കൊടുക്കണം. എവിടെ അങ്ങോട്ട് പോടാ, എടാ കൊച്ചർക്ക് അങ്ങോട്ട് പോന്നീ. ഓക്കെ, പോ 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 എന്നിട്ട് ഇവിടെ ആയിട്ട് നമുക്കൊരു ട്രാപ്പ് ഡോർ വെച്ച് കൊടുക്കും. ഇനി അവന്മാർ എസ്കേപ്പ് ആവത്തില്ല ഇതിൻ്റെ അകത്തുനിന്ന്. ഇനി നമുക്ക് ബാക്കി കാർപ്പറ്റൊക്കെ പൊളിച്ച സ്ഥലത്ത് കാർപ്പറ്റൊക്കെ തിരിച്ച് വെക്കാം. ഓക്കെ, എന്തായാലും ഞാൻ കാർപ്പറ്റൊക്കെ തിരിച്ച് വെച്ചു. ഇനി എന്തായാലും നമുക്ക് ഈ ഒരു സ്ലാബൊക്കെ തിരിച്ച് വെക്കാം. എന്നിട്ട് നൈറ്റ് ആവുന്നവരെ കാത്തുക്കണം. ഇന്ന് തന്നെ എങ്ങനെയും നമുക്കൊരു സോംബിനെ കണ്ടുപിടിച്ചിട്ട് ഇതിൻ്റെ അകത്ത് കൊണ്ടുവരണം. അതിന് അതാണ് എനിക്ക് ഏറ്റവും വലിയ ടാസ്ക്. വില്ലേജർ പിന്നെയും സീനില്ല. അപ്പം ഞാനാണെങ്കിൽ ഒരു ട്രിക്ക് ചെയ്യാൻ പോവാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ നമുക്ക് എന്തായാലും ഡയറക്റ്റ് നൈറ്റ് ആകുമ്പോൾ ഇവനെ ബോട്ടിൽ ഇരുത്തിയിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. പിന്നെ അത് ബോട്ട് ഇങ്ങോട്ടേക്ക് കയറ്റുന്ന ഭയങ്കര ടാസ്ക്കാണ്. അപ്പോൾ അതിനേക്കാൾ നല്ലത് ഞാൻ ഇവിടുന്ന് അവിടത്തം വരെ ഒരു പാലം ഉണ്ടാക്കി കഴിഞ്ഞെങ്കിൽ നമുക്ക് നൈസായിട്ട് അവനെ ആ പാലത്തിൽ കൂടി നടത്തിച്ച് കൊണ്ടുവന്നിട്ട് ഇവിടെ ഈ ബോട്ടിൽ ഇരുത്താൻ വേണ്ടി പറ്റും. എന്തായാലും വില്ലേജസ് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കാണ് പണി. ഇപ്പം ഞാൻ നൈറ്റ് ആയതുകൊണ്ട് തന്നെ ഷെയ്ഡറൊക്കെ ഓഫ് ആക്കിയിട്ടിട്ടുണ്ട്. ഏകദേശം നമ്മൾ അയൺ ഫാർം അവിടെയാണ് ഉള്ളത്, നമ്മളാണെങ്കിൽ ഇവിടെയാണ് ഉള്ളത്. എന്തായാലും ഒരു സോംബിയെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ സോംബിൻ്റെ അടുത്തായിട്ട് 2 ക്രീപ്പറും ഉണ്ട്. അപ്പോൾ നമ്മൾ ആർമറൊന്നും അത്ര OP അല്ലാത്തതുകൊണ്ട് ആ ക്രീപ്പറിൻ്റെ അടുത്ത് പോകുന്നത് അത്യാവശ്യം റിസ്ക് പിടിച്ച പരിപാടിയാണ്. എന്നാൽ പോലും നമുക്ക് പോയേ പറ്റത്തുള്ളൂ. ഓക്കെ, നമുക്ക് ക്രീപ്പർ അടുത്ത് വരുന്നുണ്ട്, അതുപോലെ സോംബി അടുത്ത് വരുന്നുണ്ട്. ഇതെന്താണ്? നിന്നെ ആവശ്യമില്ല ക്രീപ്പർ മോനെ, നിന്നെ ആവശ്യമില്ല എനിക്ക്. ഞാൻ എന്തായാലും ആ ക്രീപ്പർ എങ്ങനെയെങ്കിലും തല്ലിക്കൊല്ലാൻ നോക്കട്ടെ. അതെന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. ആ, സോംബിൻ്റെ കാര്യം തീരുമാനമായി. ഒന്നുമില്ല ഗൈസ്, ഞാൻ അങ്ങനെ PvP കളിക്കാറില്ല, അതുകൊണ്ട് അറിയാലോ. അപ്പം ഞാൻ പോയിട്ട് അടുത്ത സോംബിയെ കണ്ടുപിടിക്കട്ടെ. അറ്റ്ലാസ്റ്റ് നമുക്കൊരു സോംബിയെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ സോംബിനെ തപ്പാൻ പോകുമ്പോൾ ഇവിടെ 2 സോംബി സ്പോണായി. അപ്പോൾ ഈ ഒരു സോംബിയും ക്രീപ്പറും തമ്മിൽ എന്തോ ബന്ധമുണ്ട് കേട്ടോ. ഇത് രണ്ടും ഒന്നിച്ചാണ് സ്പോൺ ആവുന്നത്. എന്തായാലും ഇവനെ കൊണ്ടുപോയി ഞാൻ എങ്ങനെയെങ്കിലും അവിടെ ഇരുത്തട്ടെ. അപ്പോൾ അവനാണെങ്കിൽ നമ്മൾ വരച്ച വരയിൽ എന്തായാലും വരുന്നുണ്ട് നല്ല രീതിക്ക് നടന്നിട്ട്. അപ്പോൾ ഇവൻ അറിയത്തില്ലല്ലോ ഇനി ഇവൻ ജീവിതകാലം മൊത്തം ആ ഒരു കൂട്ടിൻ്റെ ഉള്ളിലാണെന്ന്. അപ്പോൾ ഇവൻ ഡീസ്പോൺ ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതൊരു കാര്യമാണ്. നമ്മളിപ്പം നെയിം ടാഗ് ഇതാക്കാനും നമ്മളതിൽ അയണൊന്നുമില്ല. ഓക്കെ, അങ്ങനെ അവൻ ബോട്ടിൽ ഇരുന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളെ പരിപാടി എന്തായാലും സെറ്റായിട്ടുണ്ട്. അപ്പോൾ വില്ലേജസൊക്കെ ഇപ്പോൾ ഇവിടെ കിടന്നുറങ്ങാണ്. ഇവൻ്റെ അടുത്ത് പോകുമ്പോൾ ഇവൻ എന്നെ തല്ലുന്നു ഗൈസ്. ഓക്കെ, അയ്യോ, സ്വിച്ച് മാറിയതാണ്, പേടിക്കേണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് ഇവനെ തള്ളി അങ്ങോട്ടേക്ക് അടുപ്പിച്ച് വെക്കാം. അപ്പോൾ എന്തായാലും എൻ്റെ കാര്യം അയ്യോ ചാവല്ലേ മോനെ. ഞാൻ എന്തായാലും ഇവൻ ഇങ്ങോട്ടേക്ക് അടുപ്പിക്കട്ടെ. അപ്പോൾ ഗൈസ്, നമ്മൾ അയൺ ഫാർം വർക്കായി. അയ്യോ, ഒരു വിധത്തിൽ ഞാൻ അവനെ അങ്ങോട്ട് അടുപ്പിച്ചു. എന്തായാലും അയൺ ഫാർം കറക്റ്റായിട്ട് വർക്കാവണുണ്ട്. നമുക്ക് എന്തായാലും അവനൊരു നെയിം കൊടുക്കാം. ചിലപ്പോൾ അവൻ ഡീസ്പോൺ ആയാലോ എന്ന് എനിക്കൊരു പേടി വരുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഞാനാണെങ്കിൽ കുറേ നേരം അയൺ ഫാർമിൽ AFK നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ അവിടെ ഒരു ബ്ലോക്ക് പൊട്ടിക്കാൻ മറന്നുകൊണ്ട് തന്നെ നമ്മളെ അയൺഗോളാണെങ്കിൽ റൂഫിൻ്റെ മുകളിൽ സ്പോണായിട്ട് പിന്നെ ഒരു അയൺഗോളും പോലും സ്പോണായിരുന്നില്ല. അപ്പോൾ നമ്മൾ വെറുതെ 1 മണിക്കൂർ വേസ്റ്റാക്കി. എന്തായാലും കുറച്ച് നേരം കൂടി AFK നിന്നപ്പോൾ നമുക്ക് ഏകദേശം ഒരു 25 അയണിൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്തായാലും അത് എടുത്തിട്ടില്ല.
അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെയുള്ള അയൺ കൊണ്ട് നമുക്ക് ഒരു നെയിം ടാഗ് ഉണ്ടാക്കിയിട്ട് ആ സോംബിക്ക് എന്തെങ്കിലും ഒരു നെയിം ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ അയൺ ഫാർമിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും അയൺ ഗോളൊക്കെ കറക്റ്റായി സ്പോൺ ആവുന്നുണ്ട്. ഞാൻ എന്തായാലും സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്, കണ്ടോ? അയൺ ഗോളൊക്കെ കറക്റ്റായി സ്പോൺ ആവുന്നുണ്ട്. ഇനി നമുക്ക് എത്രത്തോളം ലൂട്ട് ഇതിന്ന് കിട്ടി നോക്കാം. ഇത് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഇത് വർക്കിംഗ് ആണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, 45 അയണിൻ്റെ അടുത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ കയ്യിൽ ഏകദേശം ഒരു സ്റ്റാക്കിൻ്റെ അടുത്ത് അയൺ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റാക്ക് അയൺ വെച്ചിട്ട് നമുക്ക് ഒരു ആൻവിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതിനൊക്കെ ഒന്നെങ്കിൽ എന്തെങ്കിലും ഉപകാരമുണ്ട്. ഇതെന്താണ് സാധനം? ഓക്കെ, ഇതിനെപ്പറ്റി എനിക്ക് അറിഞ്ഞൂടാ. അറിയുന്നവർ താഴത്ത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, എന്തായാലും നമുക്ക് ഒരു ആൻവിൽ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ബ്ലോക്ക് ഉണ്ടാക്കണ്ടേ? ഓക്കെ, നമുക്ക് ആൻവിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആൻവിൽ വെച്ചിട്ട് ഇതിന് പേരിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ സോംബീൻ്റെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ മൊണ്ണ എന്നാണ് ഞാൻ ഇടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ മൊണ്ണാന്ന് ഇട്ടിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് ഈ ഒരു മൊണ്ണാന്ന് പേര് ഈ സോംബിക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്തായാലും മൊണ്ണക്കുട്ടൻ അവിടെ ഇരിക്കട്ടെ. നമുക്കിതൊക്കെ പൊളിച്ചിട്ട് എന്തായാലും കയ്യിൽ വെക്കാം. അപ്പോൾ നമ്മൾ അയൺ ഫാർമൊക്കെ കറക്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ട്. എന്തായാലും ഞാനിവിടെ കുറച്ച് നേരം AFK നിൽക്കട്ടെ. നിങ്ങൾ പോയിട്ട് അടുത്ത എപ്പിസോഡിൽ വാ.